ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനിത് അവതരിച്ചിരിക്കുകയാണ്. എന്താ പറയണതെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ യൂണിറ്റ് 4 മുതൽ ഞാൻ എഴുതിയിട്ടില്ല. യൂണിറ്റ് 8 ആണ് ഞാൻ ലാസ്റ്റ് എഴുതിയത്. 9 എഴുതിയിട്ടില്ല, പിന്നെ 10 എഴുതിയിട്ടില്ല. 11ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാവും. ഞാൻ പ്രിൻ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അത് ഞാൻ എന്തായാലും ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും നീറ്റിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ലാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ആദ്യം കൊടുക്കണ്ട, പക്ഷെ കൊടുക്കും ഗൈസ്. ലാസ്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിയ അതും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തോ? കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും നല്ല ടെൻഷൻ അടിച്ച് ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുകയാണെന്ന് അറിയാം. റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും നന്നായിട്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ എന്താ പറയാൻ പറ്റുക? പിന്നെ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു നോമ്പും പഠിത്തമെല്ലാം? കുറച്ച് ദൂരെ ഒരു വായനശാല ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ബുക്ക് ആദ്യമായിട്ട് എടുത്ത് പുതിയൊരു തുടക്കാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ തോന്നുന്ന ആ ഒരു നിമിഷം, അല്ലെങ്കിൽ റീൽസ് കാണാൻ തോന്നുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് എടുത്ത് ബുക്സ് ഒന്ന് വായിക്കുക. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പുഷ് കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്കങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ വേണമെങ്കിൽ ഫുഡ് പോലും കഴിക്കാണ്ട് അത് വായിച്ചു തീർക്കും. ഉറങ്ങാണ്ട് വേണമെങ്കിൽ വായിച്ചു തീർക്കും. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ. എനിക്ക് കുറച്ചും കൂടെ ഫിക്ഷനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഈ നോവൽ കഥ. അതിനേക്കാൾ ഇഷ്ടം എനിക്ക് കുറച്ചും കൂടെ ശാസ്ത്രം. പൊളിറ്റിക്സിനോടും ഹിസ്റ്ററിയോടും എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് ഈ ഹ്യൂമൻ ബോഡി ആൻഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പഠിക്കുന്ന സമയത്ത് ബുക്ക് വായിച്ചിരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പഠിക്കാത്ത സമയങ്ങളിൽ, അതായത് ബോറടിക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴായിക്കോട്ടെ നമുക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നുമല്ലോ, വെറുതെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ബുക്ക് തന്നെ വായിക്കണമെന്ന് ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.